ഇതിന്റെ പേരെന്താണ്? ബിജ്ലി. ഈ ഗ്രഹത്തിൽ നിന്ന് ഉടൻ തന്നെ പോയിക്കോ. ഞങ്ങൾ പോവില്ല. അത് ശരി. എടാ ഭരതരയാ, നീ ചെയ്യുന്നതൊട്ട് ശരിയല്ല. ഇത് എന്റെ ഏരിയ ആണ്. നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. എന്താ മനസ്സിലായോ? നിന്റെ ആൾക്കാരൊക്കെ വിളിച്ചോണ്ട് പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ നോക്കാം. ഈ ഗ്രഹം ഞങ്ങളുടേതാണ്. നീയാണ് ഇവിടുന്ന് പോവേണ്ടത്. ഈ ഗ്രഹം ഞങ്ങളുടേതാണ്. നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് വരെ ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ടൊരു ഗ്രഹമുള്ളതല്ലേ? അവിടെ ഭയങ്കര തണുപ്പാണ്. സൂര്യൻ കൂടുതലുള്ളത് ഇവിടെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ താമസിക്കും. ഈ ഗ്രഹം നാളെ തന്നെ നിങ്ങൾ ഒഴിയണം. അല്ലെങ്കിൽ ഇതിന്റെ പണി ഞാൻ തീർക്കും. ഞാൻ വീണ്ടും വരും. എടാ ചോട്ടോ, നമ്മളുടെ ഗ്രഹം വിട്ട് നമ്മൾ എങ്ങോട്ട് പോവാനാണ്? എങ്ങും പോയില്ല. എനിക്ക് കുറച്ചു പേരെ അറിയാം. അവര് വന്നാൽ നമ്മളെ തീർച്ചയായും സഹായിക്കും. അതാരാ? അവര് ഭൂമിയിലാ താമസിക്കുന്നേ. ഹണി, ബണ്ണി, പോപ്പറ്റ്, പിന്നെ ഷോർദാർ. ആഹാ, അവരൊക്കെ ആരാ? നിനക്കവരെ ശരിക്കും അറിയില്ല. അവരുടെ പേര് ആകാശത്തും ഭൂമിയിലും നക്ഷത്രങ്ങളിലും തുടങ്ങിയ എല്ലാ യൂണിവേഴ്സിലും ഫേമസ് ആണ്. അവര് 4 പേര് ഹീറോസ്. അവര് വന്നാൽ എല്ലാം ശരിയാവും. ഖന്ന സാറ് ടെൻഷൻ അടിക്കണ്ട, ഞാൻ ദേ ഇപ്പൊ ശരിയാക്കി തരാം. ഇന്നെന്റെ വീട്ടില് പായസം വെച്ചു. നീ എന്റെ കാറ് മൊത്തമായിട്ട് അഴിച്ചു. അടികൈ. സോറി ഖന്ന സാർ. സാറേ, തെറ്റ് സാറിന്റെ ഭാഗത്താ. സാറ് തന്നെയല്ലേ ഹണിയോട് പറഞ്ഞത് കാറ് തുറന്നു തരണമെന്ന്? ഡോറ് തുറക്കാൻ പറഞ്ഞിട്ട് ഇവൻ എഞ്ചിൻ അഴിച്ചു. ഇതാ കണ്ടില്ലേ, മൊത്തമായിട്ട് അഴിച്ച് ഇവൻ എന്റെ കാറ് നശിപ്പിച്ചു. സാർ, ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇതെല്ലാം ഫിക്സ് ചെയ്ത് തരാം. ഖന്ന സാറേ, മാറിക്കോ. അയ്യോ, ആരെങ്കിലും ഇങ്ങനെ ഒന്ന് പുറത്തെടുക്ക. എന്റെ അയൽവക്കത്തുള്ള പട്ടിക്കുട്ടിയുടെ പേര് ജൂലി എന്നാണ്. ഹണിയെ കാറ് കഴുകാൻ ഏൽപ്പിച്ചത് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. അടികൈ. ഖന്ന സാറേ, സാർ ഓഫീസിലേക്ക് പോകാൻ തയ്യാറായിക്കോ. അപ്പോഴേക്ക് ഈ കാർ ഞങ്ങൾ ശരിയാക്കാം. എന്റെ ഈ കാറിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ രാവിലെ തൊട്ട് ഇതുവരെ കുളിച്ചിട്ടില്ല. അടികൈ. കണ്ടില്ലേ, ഖന്ന സാറിന്റെ വണ്ടി ഇപ്പൊ പഴയതുപോലെയായി. സംശയമുണ്ടോ? പോപ്പട്ട് പറഞ്ഞത് ശരിയാ, വണ്ടിതേ വീണ്ടും പഴയതുപോലെയായി. വെളുക്കും വരെ വെള്ളം കോരിട്ട് വൈകിട്ട് കുടവിട്ട് ഉടച്ചതുപോലെയായി. ഇതാരാ ഈ നേരത്ത് ഇവിടെ? ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. ചിലപ്പോ ഭൂതമായിരിക്കും. അല്ല, ചിലപ്പോ ഏതെങ്കിലും മൃഗമായിരിക്കും. ഏതോ കോഴിയാണെന്ന് തോന്നുന്നു. മിണ്ടാതിരിക്കെ. ആദ്യം ആളെ ഇരുട്ടത്തൊന്ന് വെളിച്ചത്തോട്ട് വരട്ടെ, അപ്പൊ മനസ്സിലാവും. സംശയമുണ്ടോ? ഇതാരാണ്? സോറി, നിങ്ങളുടെ കാറ് പൊളിഞ്ഞത് എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഇനിയും കൂടുതൽ സംസാരിച്ചാലുണ്ടല്ലോ അടിച്ചു തന്നെ കാരണം ഞാൻ പൊളിക്കും. സംശയമുണ്ടോ? ഇതേ ഒരു ഏലിയനാണ്.
ഏത് ഏലിയാസ് ആയാലും ജാക്കി ആയാലും ഈ കാർ നശിപ്പിച്ചതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാ മതി. ഇവന്റെ കണ്ണാണെങ്കിൽ ഉണ്ട കണ്ണ്, തലയിലാണെങ്കിൽ ഒരു ആന്റിനയുണ്ട്. ഹണി പറഞ്ഞത് ശരിയാ, ഇതൊരു ഏലിയൻ തന്നെയാണ്. നിങ്ങൾ എന്നെ പാ വെച്ച് പ്രശംസിക്കുകയാണോ കാ വെച്ച് കളിയാക്കുകയാണോ? ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ആരാണെന്ന് ആദ്യം പറ. നീ എന്തിനാ ഞങ്ങളുടെ കാറിനെ നശിപ്പിച്ചത്? അത് പിന്നെ ചൊവ്വന്ന് ചേസ് ചെയ്ത് വരുമ്പോ കാ വെച്ച് അബദ്ധത്തിൽ ക്രാഷ് ലാൻഡ് ആയതാ. പക്ഷെ നിങ്ങളുടെ ഈ കാറ് പറപ്പിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അത് മര്യാദക്ക് ഓടിച്ചു കൊണ്ടുവന്നാ പോരായിരുന്നോ? ഇത് കാ കൊണ്ടുള്ള കാറല്ല, പാ കൊണ്ടുള്ള പ്ലെയിൻ ആണ്. ഞാൻ നോക്കൂ, പാ വെച്ച് പറഞ്ഞ് ഞാൻ ഒരു പ്രശ്നത്തിലാ. പിന്നീട് നിങ്ങളോട് സാ കൊണ്ട് സഹായം ചോദിക്കാൻ വന്നതാ. അല്ല, എന്താ പ്രശ്നം? ഞങ്ങൾ ചൊവ്വ എന്ന ചെറിയ ഗ്രഹത്തിൽ താമസിക്കുന്നവരാ. അവിടെയുള്ള വലിയ ഗ്രഹത്തിലെ മത്ഗു ഞങ്ങളുടെ ഗ്രഹത്തിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കാൻ നോക്കുവാ. ഞങ്ങൾ അടങ്ങി ചെറുതും, അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ ഞങ്ങളെ ഗ്രഹത്തിൽ നിന്ന് പുറത്താക്കിയാൽ ഞങ്ങളെ കൊണ്ട് എങ്ങോട്ട് പോകും? ഞങ്ങൾ എങ്ങോട്ട് പോകും പറ. ആഹാ, ഇത്രയുള്ളൂ കാര്യം. 2 മിനിറ്റ് ഒന്ന് നിൽക്കേ. നിങ്ങൾക്ക് പോകാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് ഞാൻ ഇപ്പൊ തന്നെ ആലോചിച്ച് പറയാം. ഹണി, ഇവർക്ക് ഇവരുടെ വീട്ടിൽ തന്നെ താമസിക്കണം. പിന്നെ നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഇവിടെ വന്ന് ഞങ്ങളോട് ചോദിക്കേണ്ട കാര്യം എന്താ ഉള്ളേ? ഇയാള് കാ വെച്ച് കളിയാക്കുകയാണോ അതോ ഇവൻ കാ കൊണ്ടുള്ളൊരു കഴുതയാണോ? ഇതിലിത്ര കളിയാക്കാൻ എന്തിരിക്കുന്നു? ഞാൻ ശരിക്കും ഒരു കഴുത തന്നെയാണ്. പക്ഷെ ഞങ്ങളെ എന്തിനാ? ഞങ്ങള് കാ വെച്ച് നിങ്ങളുടെ കഥ ഒരുപാട് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഓ വെച്ച് ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ളതല്ലേ. പ്ലീസ് ഞങ്ങളെയും സാ വെച്ച് സഹായിക്കണം. പി വെച്ച് പ്ലീസ്. ഇവരുടെ കഥ കേട്ടിട്ട് എനിക്ക് കരച്ചിൽ വരുന്നു. കൊച്ചളിയ, ഇവനെ കണ്ടിട്ട് പാവം തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവനെ സഹായിക്കണം. ആ, ഓക്കെ, ഞങ്ങൾ നിന്നെ തീർച്ചയായും സഹായിക്കാം. ഞങ്ങൾ നിന്റെ ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകൂ. നാ വെച്ച് നന്ദിയുണ്ട്. ഏ വെച്ച് എല്ലാവരും വന്ന് കാറിൽ കയറൂ പെട്ടെന്ന്. ഇപ്പൊ ഏതായാലും എന്റെ കാർ റെഡി ആയിട്ടുണ്ടാവും. എന്റെ ദൈവമേ, ഇന്ന് ഈ ഭാഗത്ത് പവർ കട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്റെ കാർ നന്നാക്കാതെ ആ 4 എണ്ണവും കടന്നു കളഞ്ഞു. അടികൈ. ആഹാ, കാണാൻ എത്ര മനോഹരമായിരിക്കുന്നു. കൊള്ളാലോ, ഈ ഗ്രഹം കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് ആ കൊണ്ട് അവന്മാര് കാ കൊണ്ട് കൈക്കലാക്കാൻ നോക്കുന്നത്. പക്ഷേ നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കാതെ രാ കൊണ്ട് രക്ഷിക്കണം. വാ കൊണ്ട് വേഗം വരൂ, വാ. ഞങ്ങളുടെ ഹീറോ വന്നു. ഞങ്ങളുടെ ഹീറോ വന്നു. ഞങ്ങളുടെ ഹീറോ വന്നു. ഞങ്ങളുടെ ഹീറോസ് വന്നു. ഹീറോസ് ജയിക്കട്ടെ. ഹീറോസ് ജയിക്കട്ടെ. ഹീറോസ് ജയിക്കട്ടെ. ഹീറോസ് ജയിക്കട്ടെ. ഞങ്ങളുടെ ഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞങ്ങളുടെ ഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇവർ കല്ലുകൊണ്ടുള്ള പൂക്കളാണോ എടുത്തെറിയുന്നത്? അയ്യോ, സാറേ, ഞങ്ങളുടെ പൂക്കൾ കാ വെച്ച് കുറച്ച് കട്ടിയുള്ളതാ, അതാ. അയ്യോ, മതി പൂവെറിഞ്ഞത് മതിയാക്ക്. മാ കൊണ്ട് മതി എറിഞ്ഞത്. എടോ, തനിക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? പൂ മാറ്റിട്ട് കമ്പെന്തിനാ എറിഞ്ഞേ? അത് പിന്നെ ചുട്ടു പൂ അറിയണ്ടെന്നല്ലേ പറഞ്ഞത്? ഇതിലും ഒരു മരം എറിയുന്നതായിരുന്നു. അല്ല, നിങ്ങളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അല്ലെങ്കിൽ എല്ലാ ഗ്രഹത്തിലും ഹണിയെ പോലെ ഒരാളുണ്ടാകും. ഞാൻ കൊണ്ട് നിങ്ങളെ ഗ്രഹത്തിലേക്ക് സാ കൊണ്ട് സ്വാഗതം ചെയ്യുന്നു. ഹായ് കൊച്ചളിയ, ഞാനിതുവരെ ചുവന്നുള്ളത്തിൽ നീന്തിയിട്ടില്ല. അയ്യോ, ആ കൊണ്ടങ്ങോട്ട് പോവരുത്.
എന്റെ അമ്മേ ഇത് കല്ലായിരുന്നു. അയ്യോ. അത് പിന്നെ ഞങ്ങളുടെ ഗ്രഹത്തില് നാ വെച്ചൊരു നദിയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങള് കാ വെച്ച് കൃത്രിമമായൊരു നദി ഉണ്ടാക്കിയതാ. ഈ നട്ടുച്ചയ്ക്ക് എനിക്കെന്താ ഇങ്ങനെ ഉറക്കം വരുന്നത്? ഞങ്ങളുടെ ഈ ഗ്രഹത്തില് രാവും പകലും ആകെ 20 മണിക്കൂറേ ഉള്ളൂ. ഞങ്ങളുടെ ഗ്രഹത്തെ വെച്ചപ്പോ വെച്ച് രാത്രിയായി. എന്നാ പിന്നെ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. അല്ല, നീ എന്താ ഉറങ്ങുന്നേ? ചുട്ടു പറഞ്ഞു ഉറങ്ങാൻ, അതുകൊണ്ട് ഞാൻ ഉറങ്ങി. ഇവനോട് കുറച്ച് അകലം പാലിക്കുന്ന നല്ലത്, അല്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും വട്ടാക്കും. സംശയമുണ്ടോ? പിന്നെ ചുട്കു, ആ വലിയവന്മാർ എന്നിട്ട് ഗ്രഹം തട്ടിയെടുക്കാൻ നോക്കുന്ന എന്തിനാ? ഞങ്ങൾ ഇവിടെ വെച്ച സൂര്യൻ ഇങ്ങനെ വെച്ച് ഒരുപാട് നേരം ഉദിച്ചു നിൽക്കും. പിന്നെ അവന്മാരുടെ ഗ്രഹത്തിൽ വെച്ച് നല്ല തണുപ്പാ, അതുകൊണ്ട് ആ മഗുവിന് വെച്ച് ജലദോഷം ഉണ്ടാക്കും. അതുകൊണ്ടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെക്ടർ ഉപയോഗിച്ചാ പോരെ? അതെന്തോ കുന്തമാ? അത് ഞങ്ങൾ അവനെ മനസ്സിലാക്കി കൊടുക്കാം. വരൂ, ആദ്യം ഞങ്ങൾക്ക് അവനെ ഒന്ന് കാണിച്ചതാ. ഞങ്ങൾ അവനെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ആലോചിക്കാം ബാക്കി കാര്യം. അയ്യോ, ഇതെവിടെ പോയി? ദാ ഞാനും വരുന്നോ. ഞാൻ കരുതിയത് പ്രായം കൊണ്ട് വലുതായിരിക്കും, അതുകൊണ്ടാണ് നിങ്ങൾ വലിയവരെന്ന് വിളിച്ചെന്താണ്. ഇവന്മാരാണെങ്കിൽ സൈസ് കൊണ്ട് വലുതാണല്ലോ. ഇവന്മാരെ വലുതെന്നല്ല, വളരെ വലുതെന്ന് പറയും. നിനക്ക് കുറച്ചെങ്കിലും വിവരം ഉണ്ടെന്നാ വിചാരിച്ചത്, പക്ഷെ ഇപ്പൊ മനസ്സിലായി അത് പോലും ഇല്ലെന്ന്. നിനക്കൊന്ന് പറയാറുന്നില്ലേ ഇവന്മാർ ഇത്രയും വലുതാണെന്ന്? സംശയട്ടോ? അതിനെന്താ, നമ്മൾ എത്രയോ വലിയ ആൾക്കാരെ നന്നാക്കിയിട്ടുണ്ട് അല്ലേ കൊച്ചളിയാ? അതെ, പക്ഷെ ഇത്രയും വലിപ്പമുള്ളവരെ ഇതുവരെ നന്നാക്കിയിട്ടില്ല. അതിന്റെ അർത്ഥം അപ്പോ വെച്ച് ഞങ്ങളെ സഹായിക്കില്ലെന്നാണോ? ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകും? എന്ത് ചെയ്യും? എവിടെ താമസിക്കും? എന്തോന്ന് കഴിക്കും? എന്ത് കുടിക്കും? ഒന്ന് നിർത്തടാ. സഹായിക്കും, സഹായിക്കും. വേണാട് എക്സ്പ്രസിനുണ്ട് തല വെച്ച സ്ഥിതിക്ക് ഇനി പേടിച്ചിട്ട് എന്താ കാര്യം? സംശയമുണ്ടോ? ഞങ്ങൾക്ക് വെച്ച് ഏറ്റവും പേടി വെച്ച് ഇവന്മാരെയാ. കാരണം ഇവര് വെച്ച് വളരെ അപകടകാരികളാ. വെച്ച് നോക്കിയേ, അതാരും നോക്കിയേ. മോസല്ല ഫുട്ബോൾ പാസ് ചെയ്യേ. ഈ മോസിൽ തന്നെ ഗോൾ പോസ്റ്റിൽ ഗോൾ അടിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ മുന്നിലേക്ക് വരാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം വന്നതാ? ആരാണ് ഇവരൊക്കെ? പിടിക്കവരെ. എന്തിനാ വെറുതെ ഓടുന്നത്? നമുക്ക് ഇവന്മാരെ ഇവിടെ വെച്ച് തന്നെ നേരിടാം. അതിന് പറ്റിയ സമയമല്ല, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ആദ്യം ഇവിടുന്ന് രക്ഷപ്പെടാം. ഓടിക്കോ. ഹണി, നീ എന്താ ഓടാത്തെ? അതിനിവിടെ കാറുണ്ടല്ലോ, പിന്നെന്തിനാ നമ്മൾ ചുമ്മാ കിടന്ന് ഓടുന്നത്? ആ കൊള്ളാം. ഈ ഗ്രഹത്തിൽ വന്നതിന് ശേഷം ഹണിക്കും ബുദ്ധി വെച്ചു തുടങ്ങി. ഇപ്പൊ തൽക്കാലം നീ വാ. വേഗം വെച്ചുള്ള കാറിലേക്ക് കയറിക്കോ. വെച്ച് വേഗം.
പുതുതായിട്ട് വന്ന യുവമാർ ആരാടാ? തീർച്ചയായിട്ടും ആ ചുട്കുവരെ നമ്മളെ ഓടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരിക്കും. വരൂ, നമുക്ക് ആ ഗ്രഹത്തിൽ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കാം. അയ്യോ, ജീവമാണെങ്കിൽ ഓടിക്കൂ. ഞങ്ങളൊന്നും ചെയ്യരുത്. ഈ മുസാൽ എല്ലാത്തിനും ഇടിച്ച് പപ്പടമാക്കും. വേഗം പറ, മറ്റു ഗ്രഹത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആ 4 ഏലിയൻസ് എവിടെ പോയി? പറഞ്ഞില്ലെങ്കിൽ ഈ മുസൽ നിങ്ങളെല്ലാരും മസാജ് ചെയ്യും. എടാ മഡ്ഗു, അധികം കിടന്ന് വിളയല്ലേ നീ? എവിടെ? അതാ നിൽക്കുന്ന ഏലിയൻസ്, അവന്മാരെ പിടിക്കാം. മിക്കവിടെ എല്ലാത്തിനെയും ചവിട്ടി പിഴിഞ്ഞ് ഞാൻ എണ്ണ ആട്ടിയെടുക്കും. പിടിക്കാം. ആട്ടിയെടുക്കാൻ ഞങ്ങൾ എന്താ വല്ല കൊപ്രയാണോ? ഹൈ. അയ്യോ, എന്റെ മൂക്ക്. അവരിതെവിടെ പോയി? ഹലോ. ഹലോ. എന്റെ കാലും കുടുങ്ങി, കയ്യും കുടുങ്ങി. ദാ ഒരു കെട്ടം വീഴുന്നു. ഞാനിപ്പോ വീഴുമല്ലോ. എടാ മാവച്ച മക്കു, ഇനി ഞങ്ങളുടെ ഗ്രഹത്തിന് നേരെ കാവച്ചുള്ളതിന്റെ കൈ ഉയർത്തിയാലുണ്ടല്ലോ പിന്നെ ഒന്നും നോക്കില്ല, പാവച്ച പപ്പടമാക്കും. മനസ്സിലായോ? ഇതിൽ കൂടുതൽ ഒന്നും പറയരുത്, ഞങ്ങൾ താങ്ങില്ല. അതുകൊണ്ടാ സംശയം ഉണ്ടോ? ഈ മട്കൂനെയാണോ ഭീഷണിപ്പെടുത്തുന്നത്? ദേ നോക്കിയേ, ഏറ്റുമുട്ടുന്നോണ്ട് ഒരു പ്രയോജനമില്ല. അതവിടെ നിക്കട്ടെ. നിങ്ങൾക്ക് എന്താണ് ഈ ഗ്രഹത്തോട് ഇത്ര മോഹം? കാരണം ഞങ്ങൾ എല്ലാവരും വലുതാണ്. വലുതാണെന്ന് വിചാരിച്ച എന്താ കാര്യം? ശരീരത്തിന് വലിപ്പം ഉണ്ടായിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അതിനുള്ളിൽ ഒരു നല്ല മനസ്സാണ് വേണ്ടത്. സംശയമുണ്ടോ? ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾ വളരെ ശക്തരാണ്. അതിൽ നിങ്ങളുടെ കഴിവ് എന്താണുള്ളത്? നിങ്ങളെ ശക്തരാക്കി തീർത്തത് ദൈവമാണ്. നിങ്ങൾക്ക് ഒരു പ്രത്യേകതയും ഇല്ല. ഉണ്ട്, ഞങ്ങൾ ഫുട്ബോൾ വളരെ നന്നായി കളിക്കും. പക്ഷേ ഞങ്ങളെക്കാൾ നന്നായി കളിക്കാൻ കഴിയില്ല. അത് ശരി, എങ്കിൽ നമുക്ക് മാച്ച് നടത്തിയാലോ? അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ. ശരി, അങ്ങനെ ആവട്ടെ. പക്ഷേ ഞങ്ങൾക്കൊരു നിബന്ധനയുണ്ട്. എന്താണ് നിബന്ധന? നമ്മൾ ഫുട്ബോൾ മാച്ച് കളിക്കും. ആര് ജയിക്കുന്നുവോ അവർക്ക് ഈ ഗ്രഹത്തിൽ താമസിക്കാം. ഓക്കേ. എടാ കഴുതേ, നീ എന്തായി കാണിച്ചത്? ഒരു ഫൈറ്റ് ഒഴിവാക്കി മത്സരത്തിൽ ജയിച്ച് നമുക്ക് ചുട്കുവിന്റെ ഈ ഗ്രഹം തിരിച്ചു പിടിച്ചു കൊടുക്കാന്നേ. സമ്മതമാണ്. നാളെ ഈ ഗ്രഹത്തിൽ വെച്ച് മാച്ച് നടത്താം. അഥവാ തോറ്റു കഴിഞ്ഞാൽ കെട്ടും കെട്ടി ഈ ഗ്രഹത്തിൽ നിന്നും എല്ലാവരും സ്ഥലം വിട്ടോണം. ഞാൻ നിങ്ങളെ എന്നെ ഒന്ന് സാവച്ച് സഹായിക്കാനാ വിളിച്ചേ. നിങ്ങള് ജീവൻ തന്നെ ഇല്ലാണ്ടാക്കി. വെച്ച് ഇനി ഈ ഗ്രഹത്തിൽ നിന്ന് പോവേണ്ടി വരും. അതല്ലെങ്കിൽ പോവേണ്ടി വന്നേനെ. നമുക്ക് എന്തായാലും ശ്രമിച്ചു നോക്കാലോ. ഹണിയുടെ ഐഡിയ അത്ര മോശമൊന്നുമല്ല. അതേ, നമുക്കവരെ മത്സരിച്ച് ജയിക്കാനൊന്നും ആവൂല. ചിലപ്പോ എങ്ങനെ മാച്ച് ജയിച്ചാലോ? പക്ഷെ ഇതാ ഇവനാണെങ്കിലേ ഒരു ഫുട്ബോളിന്റെ അത്ര വലിപ്പമല്ലേ ഉള്ളൂ. അപ്പൊ എങ്ങനെ കളിക്കും? സംശയമുണ്ടോ? അത് ശരിയാ, ഞങ്ങള് ഭാഗം ഇതുവരെ ഫുട്ബോൾ കളിച്ചിട്ടേ ഇല്ല. അപ്പൊ വെച്ച് കളി എങ്ങനെ ജയിക്കും? അത് ജയിക്കാം, പക്ഷെ കളിക്കാരെ നമ്മൾ അന്വേഷിക്കണം. നമുക്ക് 4 പേർക്കും കളിക്കാം. നീളത്തിൽ കിക്ക് അടിക്കുന്ന ഒരാൾ വേണം. പിന്നെ ഒരു നല്ല ഗോൾ കീപ്പർ, സെന്ററും ഫോർവേഡും. അത് ഞങ്ങൾ കളിച്ചോളാം. ഫുട്ബോൾ കുറച്ച് ചെറുതാണെന്നുണ്ടെങ്കിൽ ഞാനും കളിക്കാൻ കൂടാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിൾ ടെന്നീസിന്റെ ബോൾ വെച്ച് ഫുട്ബോൾ കളിച്ചാലോ? വരൂ, നമുക്ക് ആദ്യം 11 പ്ലേയേഴ്സിനെ കണ്ടെത്തണം.
ആ, ആ. അയ്യോ സോറി ഒരബദ്ധം പറ്റി പോയതാണേ. ആദ്യം എറിഞ്ഞതും പോരാ ഇപ്പൊ സോറി പറയുന്നോ? നിനക്കിന്ന് മിക്കവാറും 2 കിട്ടും. ഹണി നീ ഒന്ന് അടങ്ങ്. ഇവന്റെ ത്രൂ അടിപൊളിയാ. നിനക്ക് ഞങ്ങളുടെ കൂടെ ഫുട്ബോൾ കളിക്കാൻ വരാമോ? അതിനെന്താ, തീർച്ചയായിട്ടും കളിക്കാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദ്യത്തെ പ്ലെയറിനെ കിട്ടി. എന്റെ ഒരു തലയിഴത്താ നന്നായിട്ട് ചവിട്ടി മെതിക്കടാ. ഞാൻ ചവിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, നീ ഒന്ന് സഹായിച്ചെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞേനെ. ചേട്ടാ ഈ ബോളിലൊരു കിക്ക് അങ്ങോട്ട് അടിച്ചേ. ദാ നമുക്ക് ഡിഫൻഡറിനെയും കിട്ടി. ആഹാ, ഇവൻ ഡിഫൻസിൽ കളിക്കാൻ വളരെ പെർഫെക്റ്റ് ആണ്. സംശയമുണ്ടോ? മതി, ഇനി നമുക്ക് നല്ലൊരു ഗോൾ കീപ്പറിനെ വേണം. എടാ ഒന്ന് നിക്കട കോഴി, നീ എങ്ങോട്ടായി ഓടുന്നത്? നിന്നെ ഇത് ഞാൻ പിടിക്കാതെ വിടില്ലടാ. ഐ, 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 ഐ. ആ, വാടാ മോനെ, എടാ വാടാ മോനെ. ഐ, ഐ, ബാ, 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 ബൈ. ഐ, 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 ഐ. പിടിച്ചു. ഗോൾ ഗോൾ കീപ്പർ. കീപ്പർ. ഇത് ഗോൾ കീപ്പർ അല്ല, കോഴി കീപ്പറാണ്. അതൊന്ന് വേഗം കൊണ്ടുപോവാനിയാ. ഇന്നാ പിടിച്ചോ. അടുത്തത് എന്നാ പിടിച്ചോ. കൊള്ളാം, Wow. അത് വളരെ നന്നായിട്ടുണ്ട്. ഐ, 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 ഐ. അടിപൊളി. വെൽക്കം ടു ദ ടീം. താങ്ക് യു. ഇനി നിങ്ങളാണ് ഞങ്ങളുടെ ഗ്യാലറി പ്ലെയർ. യെസ്, നമ്മളുടെ ടീം തയ്യാറായി കഴിഞ്ഞു. ചുട്കു, നമ്മൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നാളെ രാവിലെ എല്ലാവരെയും പ്രാക്ടീസിന് വേണ്ടി ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരണം. ഓ വെച്ചോക്കെ. ഹാ. അപ്പോ നമ്മൾ റെഡിയല്ലേ? ഈ മാച്ച് നമ്മൾ തന്നെ ജയിക്കും. സംശയമുണ്ടോ? ആ, ജയിക്കില്ലെന്നാണോ? ജാവച്ച് ജയിക്കും, അതിലൊരു മാറ്റവും ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞത്. എങ്കിൽ വാ, പ്രാക്ടീസ് ഉടൻ തന്നെ തുടങ്ങാം. ചുട്കു, നീ തന്നെ കിക്കടിച്ച് സ്റ്റാർട്ട് ചെയ്യേ. അതേ കൊച്ചളിയാ, ഇവന് തെറ്റൊന്നും പറ്റിയില്ലല്ലോ. പക്ഷെ മുഖത്ത് നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ബോൾ റോൾ ചെയ്യാം. നിങ്ങൾ ബോൾ പാസ് ചെയ്താൽ മതി. പെട്ലോ, ബോൾ പാസ് ചെയ്യ. ഞാൻ പോവാം. ഇങ്ങോട്ട് കാണോ. ഇട മണ്ട, ബോൾ കൈകൊണ്ട് പൊക്കി പിടിക്ക്. ഈ കാറ്റിനെ എങ്ങോട്ടായി കൊണ്ടുപോകുന്നേ?
മിക്കവാറും ഇവന് വേണ്ടി ഇൻഡോർ മാച്ച് നടത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കാറ്റടിക്കില്ലല്ലോ, സംശയമുണ്ടോ? എവിടെ പോയി? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എങ്ങനെ ഹെഡർ അടിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ദാ പിടിച്ചോ. അടിച്ചു, പൊളിച്ചു, തീർത്തു. ഗോൾ അടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ബോൾ തടയാനുള്ള പ്രാക്ടീസ് ചെയ്യാം. കോഴി ബോൾ, കോഴി ബോൾ, കോഴി. ഓ, കളഞ്ഞില്ലേ കഞ്ഞിക്കലം താഴെ, സംശയമുണ്ടോ? എവിടെയാ കഞ്ഞിക്കലം? കഞ്ഞിക്കലം മണ്ണ് വീണ് പൊട്ടിപ്പോയി. ഇനി അത് കാണാൻ പറ്റില്ല. ഇനി ഈ കോഴിക്കാരന് എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കൊച്ചളിയ, ഈ മാച്ച് കഴിയുന്നതുവരെ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടി വരും ഇവിടെ കോഴികളൊന്നും വരാതിരിക്കാൻ. നിങ്ങൾ ഞങ്ങൾക്ക് പാസ് ചെയ്തോണ്ടിരിക്കണം. ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. കൂട്ടുകാരാ, നീ ഇത് കിക്ക് ചെയ്ത് ബോൾ കൊണ്ടുപോയി ആ ഗോൾ പോസ്റ്റിന്റെ അടുത്ത് എത്തിക്കണം. അടിപൊളി, നമ്മുടെ ഗ്രഹത്തില് വെള്ളം വന്നു. നമ്മൾ പ്രാക്ടീസ് ഇതുവരെ തുടങ്ങിയിട്ടേ ഇല്ല. ആ മട്കുവും ഗ്യാങ്ങും ഇപ്പോൾ വലിയ തയ്യാറെടുപ്പിലായിരിക്കും. വരൂ, നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം. വിജയം എന്തായാലും നമ്മുടേത് മാത്രമായിരിക്കും. നാളെ ചെറിയ ഗ്രഹം നമുക്ക് സ്വന്തമാകും. അവരെല്ലാം അവിടെ വിട്ടു പോകും. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി നമ്മളിപ്പോ എന്താ ചെയ്യുക? ബണി, സത്യത്തിൽ നമ്മൾ തുമ്പികളെ കൊണ്ടല്ലേ കല്ലെടുപ്പിക്കുന്നത്? സംശയമുണ്ടോ? അതിന് നമ്മളെപ്പോഴാ കല്ലെടുക്കാൻ പോയത്? മാത്രല്ല ഇവിടെ ഒരു തുമ്പിയെ പോലും ഞാൻ കണ്ടില്ല. എടാ മരമണ്ട ഹണി, ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞാണ്. ഓക്കേ, പക്ഷെ നമുക്ക് മാച്ച് ജയിക്കണ്ടേ? നമ്മൾ എന്തിനാ വെറുതെ ഈ തുമ്പിയെ കൊണ്ടൊക്കെ കല്ലെടുപ്പിക്കുന്നത്? എന്റെ ഹണി, നമ്മളിപ്പോൾ മാച്ചിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പൊ ഈ മാച്ചിന്റെ ഇടയിൽ ഈ തുമ്പിയും കല്ലൊക്കെ എവിടെന്നാ വന്നത്? ഐ ആം സോറി ഹണി, ഐ ആം സോറി. ദൈവത്തെ ഓർത്ത് അങ്ങനോട് ക്ഷമിച്ചാലും പ്ലീസ്. ഇറ്റ്സ് ഓൾറൈറ്റ് പോപ്പട്ട്. പക്ഷെ ക്ഷമ ചോദിക്കാൻ നീ എന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ല, പക്ഷെ ഇപ്പൊ മിക്കവാറും ഞാൻ ചെയ്യും. ദാ പിടിച്ചോ. എല്ലാവരും സാവച്ച സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ താ വെച്ച് തോറ്റു പോകുമെന്നും പറഞ്ഞ എല്ലാവരും ഇരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ആ
മട്കോ ഗാങ്ങും നമ്മുടെ ഗ്രഹത്തിൽ കാല് കുത്തരുതെന്നായിരുന്നു നമ്മൾ ഈ മത്സരത്തിൽ വെക്കേണ്ടിയിരുന്ന നിബന്ധന. യു ആർ സോ ഇന്റലിജന്റ്. ഈ ഒരു ഡീല് നമുക്ക് വേണമെങ്കിൽ നാളെയും വെക്കാം. ബുദ്ധിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അയാളെ കൊണ്ട് ഒരു പ്രയോജനമില്ല. സംശയമുണ്ടോ? നമ്മൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ മാച്ചിൽ ജയിക്കും. ഇല്ല ഹാവച്ച് ഹണി, അത് ഇമ്പോസിബിളാ. അങ്ങനെ ഇമ്പോസിബിൾ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല കൊച്ചളിയ. നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതല്ലേ. അതെല്ലാം തന്നെ മറ്റുള്ളവർക്ക് ഇമ്പോസിബിൾ ആയി തോന്നിയിരുന്നു. ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഫുട്ബോൾ മാച്ചും അത്ര വലിയ കാര്യമൊന്നും അല്ല. അടിച്ചു പൊളച്ചു തിമിർത്തു. ശ്രമിക്കാതെ തോൽക്കുന്നതിനേക്കാളും നല്ലതാണ് ശ്രമിച്ചതിന് ശേഷം തോൽക്കുന്നത്. സംശയമുണ്ടോ? അതെ, നമ്മൾ മാവച്ച് മാച്ച് കളിക്കും, തീർച്ചയായും കളിക്കും. അതുപോലെ തന്നെ ജയിക്കുകയും ചെയ്യും. കൂട്ടുകാരെ, ഒരു കാര്യം ഓർമ്മ വേണം. നിങ്ങൾക്ക് ഈ ഗ്രഹം വേണമെങ്കിൽ ഈ മാച്ച് ജയിച്ചേ പറ്റൂ. മറ്റൊരു ഓപ്ഷനുമില്ല. അതെ, നമ്മളിത് ചെയ്ത് കാണിക്കും. എന്തായാലും ഞങ്ങൾ തന്നെ ജയിക്കും. ഇപ്പോൾ തന്നെ തോൽവി സമ്മതിച്ചോ? അതായിരിക്കും നിങ്ങൾക്ക് നല്ലതാ. മോനെ മട്കു, മാവച്ച് ഈ മാച്ച് ഞങ്ങൾ തന്നെ ജയിക്കും. അതെ, ഇത് ചീറ്റിംഗ് ആണ്. ഇതൊന്നുമല്ല, കളി തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. കൊച്ചളിയ, ബോൾ പാസ് ചെയ്യേ. ഇത് പിടിച്ചോ ഹണി. പോപ്പട്ടെ, പാസ്. ആ ബോൾ എന്റെ അടുത്തേക്ക് താ. ഇത് ഫൗൾ പ്ലേ ആണ്. Everything is fair in football.
ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് 6 ഗോൾ കഴിഞ്ഞിരിക്കുന്നു. ഓയ്, ഇപ്പോൾ ഒരു ഗോളേ ആയിട്ടുള്ളൂ. ആയിക്കോട്ടെ, ഇപ്പോൾ തന്നെ ഞങ്ങൾ 5 ഗോൾ അടിക്കാം. കൂട്ടുകാരെ, നമുക്ക് സ്കോർ കുറവാണ്. ഇപ്പതേ ഹാഫ് ടൈം ആയി. ഈ മാച്ചിൽ അവര് തന്നെ ജയിക്കുമെന്ന് എന്റെ പ്രധാനപ്പെട്ട സംശയം. ഇല്ല, നമുക്ക് നമ്മുടെ ഗെയിം പ്ലാൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇനി ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കളിച്ചാൽ മതി. എല്ലാരും തയ്യാറാണോ? എങ്കിൽ വരൂ. നിന്റെ നേർക്ക് എപ്പോ ബോൾ വന്നാലും ബോൾ മുകളിലേക്ക് തന്നെ അടിക്കണം. നേരെ കിക്കടിക്കുമ്പോ ബോൾ മുകളിലേക്ക് പോകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മുകളിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ നേരെ തന്നെ പോകും. നിന്റെ അടുത്തേക്ക് എപ്പ ബോൾ വന്നാലും നീ അതിനെ ട്രിപ്പിൾ ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടണം. ബോൾ എനിക്ക് താ. ആഹാ, 4 ആയി. ഇതാ വീണ്ടും ഒരു ഗോൾ. ഇന്നാ ഹണി. ബോൾ പാസ് ചെയ്യാ. ദാ പിടിച്ചോ. ഇവന്മാർക്ക് നല്ല നീളമുണ്ട്. ഇവന്മാരെ മറികടക്കുന്ന കാര്യം പാടാണ്. അതുകൊണ്ട് അവന്മാരുടെ കാലുകൾക്കിടയിലൂടെ ബോളും കൊണ്ട് പോകണം. ബോൾ ഒരിക്കലും ക്യാച്ച് ചെയ്യരുത്. കിക്കിന്റെ ഫോഴ്സിൽ നീ ഗോൾ പോസ്റ്റിൽ ചെന്ന് വീഴും. കൈ ഉപയോഗിച്ച് ബോൾ പുറത്തേക്ക് തട്ടണം.
ചോർദാറെ വേഗം ഗോൾ അടിക്കേ. ഒരു മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് കാലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ പാസ് ചെയ്ത് 1 മിനിറ്റ് നീക്കാം. വേണ്ട, പെനാൽറ്റി ഷൂട്ട് ഔട്ട് ആയാൽ പിന്നെ നമ്മുടെ ഗോൾ കീപ്പറിന് അവന്റെ ഷോട്ട് തടയാനാകില്ല. ഗോൾ അടിക്കുക തന്നെ വേണം. ഇനി നീയാണ് നിന്റെ കഴിവ് കാണിക്കേണ്ടത്. അവരെനിക്ക് ബോൾ പാസ് ചെയ്യും. നീ ത്രോ ചെയ്യേണ്ടത് നേരെ ഹണിയുടെ അടുത്തേക്കാണ്. ചുക്കു, ബോള് വേഗം പാസ് ചെയ്യേ. അഥവാ അവര് നമ്മളെ ഗ്രഹത്തിൽ നിന്ന് പുറത്താക്കിയ അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് എവിടെ പോകും? പറയേ, ഞങ്ങൾ എവിടെ പോകും? ഈ ഗ്രഹം ഞങ്ങളുടേതാണ്. ഞങ്ങൾ ഈ ഗ്രഹം വിട്ട് എങ്ങോട്ടും പോകില്ല. യോ സന്തോഷിക്കൂ. ഡാവച്ച് ഡാൻസ് കളി, പാവച്ച് പാടൂ, ആവച്ച് അടിച്ച് പൊളിക്ക്. നമ്മൾ ഡാവച്ച് ജയിച്ചു. ഇത് കലക്കി. ഇനി ഈ ഗ്രഹം വിട്ട് നമുക്ക് ഒരിക്കലും പോകേണ്ടി വരില്ല. നിങ്ങളെല്ലാരും വളരെ നന്നായിട്ട് കളിച്ചു. താങ്ക് യു. പക്ഷെ നമ്മൾ പറഞ്ഞ ഉടമ്പടി പ്രകാരം നീ ഇനിമേൽ ഈ ഗ്രഹത്തിൽ കാലുകുത്തരുത്. നീ അധികം സംസാരിക്കണ്ട, അടിച്ച് റെഡിയാക്കി കളയും ഞാൻ. വേണ്ട, അവൻ പറഞ്ഞത് ശരിയാ. അവരെ ഒന്നും പറയരുത്. അതായിരിക്കും നിനക്ക് നല്ലതാ. ബെക്കോ, ഇനി ഈ ഗ്രഹം നിനക്ക് മാത്രം സ്വന്തമാണ്. ഞങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് വരികയില്ല. ഹണി ബണ്ണി പോപ്പട്ട് ചോർദാർ, ഹണി ബണ്ണി പോപ്പട്ട് ചോർദാർ, ഹണി ബണ്ണി പോപ്പട്ട് ചോർദാർ. ഇവർ അഭിസംബോധന ചെയ്യുകയാണോ അതോ നമ്മുടെ ജീവൻ എടുക്കുകയാണോ? ഞങ്ങൾ ചെയ്തതെല്ലാം ഞങ്ങളുടെ കടമകളാണ്. നിങ്ങളെ സഹായിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സംശയമുണ്ടോ? കുട്ടികളെ, നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ഈ ഗ്രഹം തിരിച്ചു കിട്ടിയത്. ഇനി ഞങ്ങൾ ഈ ഗ്രഹം വിട്ട് എങ്ങോട്ടേക്കും പോകേണ്ടി വരില്ല. കൂടാതെ ആ മട്കു ഞങ്ങളെ ഇനി ഒരിക്കലും ഉപദ്രവിക്കുകയില്ല. മാവയ്ക്ക് മട്കു വരുന്നുണ്ട്. രാവയ്ക്ക് രക്ഷപ്പെട്ടു. വേണ്ട, നിങ്ങൾ അത് ഓടണ്ട. പറയുന്നത് കേക്ക്, ഓടണ്ട. നീ എന്തിനാ തിരിച്ചു വന്നത്? എന്താ നിനക്ക് വേണ്ടേ? എന്താ, എന്ത് പറ്റി? അല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്രിക്കറ്റ് കളിക്കാൻ അറിയാമോ? ഫുട്ബോൾ മാച്ചിൽ തോപ്പിച്ചില്ലേ ഞങ്ങള്. ഇനി എന്തിനാ ക്രിക്കറ്റും കൂടി കളിക്കുന്നത്? സംശയമുണ്ടോ? അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല. ഞങ്ങളെക്കാളും വലിയ ആൾക്കാർ വന്ന് ഞങ്ങളുടെ ഗ്രഹം പിടിച്ചടക്കിയിരിക്കുകയാണ്. അവർക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയാം. അവരുടെ കൂടെ ക്രിക്കറ്റ് കളിച്ച് ഞങ്ങൾ ജയിച്ചാൽ അവർ ഞങ്ങളുടെ ഗ്രഹം ഉപേക്ഷിച്ച് പൊയ്ക്കോളാന്ന് പറഞ്ഞു. ഞങ്ങൾ ആ മാച്ച് ജയിപ്പിക്കണം. പ്ലീസ് പ്ലീസ് പ്ലീസ്. വീണ്ടും മാച്ചോ? ഓടിക്കോ!